ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ മാസ്ട്രോൻ്റെ എഡ്ജാണ് വണ്ടി. അത് നമുക്ക് 1-2 കംപ്ലയിൻറ്റ്സ്. അതൊന്ന് വണ്ടി വലിയ കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി കറക്റ്റായിട്ട് മൂവ് ആവുന്നില്ല. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടില്ല. രണ്ടാളിരുന്ന് ഓടിക്കുന്ന സമയത്താണ് കംപ്ലയിൻ്റ് എന്ന് പറയാം. ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 കംപ്ലയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് സ്ലോ സ്പീഡിൽ നിൽക്കാത്തൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ അങ്ങനെ 3-4 കംപ്ലയിൻ്റാണ് പറഞ്ഞേക്കണേ. നമ്മളതിൻ്റെ വലിയുടെ കുറവുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അതായത് നമുക്ക് ഇതിക്ക് മുമ്പും ഇതേപോലെ തന്നെ സെയിം പ്രോബ്ലം വണ്ടിക്ക് വന്നേർന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലച്ചിനകത്തായിരുന്നു കംപ്ലയിൻറ്റ്. വീണ്ടും ഇപ്പോൾ സെയിം പ്രശ്നം തന്നെയാണ് കാണിച്ചേക്കണത്. കാരണം എന്താ വെച്ചാൽ വണ്ടി കുറേ നാൾ ഉപയോഗിക്കാതെ കയറി ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നേക്കണ ഓരോ പ്രോബ്ലംസാണ് അതിൻ്റെ കേട്ടോ. അന്ന് നമുക്ക് സെയിം പ്രശ്നം കാണിച്ചിരുന്നത് സെയിം പ്രോബ്ലം തന്നെയായിരുന്നു. ഈ CVT ക്ലച്ചിൻ്റെ ഈ ബാക്കിൽ വന്ന ഈ വീലുണ്ടല്ലോ, ഇതുമ്മേ തുരുമ്പ് വന്നിട്ട് അതുമ്മേ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബെൽറ്റ് ഓൾറെഡി ഇങ്ങനെ കുറേ ഇങ്ങനെ അതുമ്മേ കിടന്നിങ്ങനെ ഓടുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വീലുകൾ മാറ്റിയായിരുന്നു. പക്ഷേ ഫ്രണ്ടിലത്തെ വീൽ അത്രയും പ്രശ്നം നമുക്ക് തോന്നിയിട്ടുണ്ടായില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഫ്രണ്ടിലെ വീലും തുരുമ്പിട്ട് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും സെയിം പ്രശ്നങ്ങൾ തന്നെയാണ് വന്നേക്കണേ. ആ ബെൽറ്റ് വീണ്ടും ഇതേപോലെ തന്നെ വന്നേക്കാണ്. പക്ഷേ ബെൽറ്റിന് വേറെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, സൈഡ് ഗ്രൂ ചെറുതായിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീല് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇത് ഈ മെറ്റൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈ കയറി ഇരുന്നേക്കണ ഭാഗത്ത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കണ്ടോ, ഇതൊക്കെ തുരുമ്പിൻ്റെ അതാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇതേപോലെ നല്ല കണ്ണടിച്ചിൽ പോലെ നല്ല സ്മൂത്തായിട്ട് നിൽക്കും. ഇത് കുറേ നാൾ ഉപയോഗിക്കാതെ ഇരുന്നത് കൊണ്ട് വന്നാണ് മിസ്റ്റേക്കാണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തൽക്കാലം ഈ വീല് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ബെൽറ്റുമായി ബന്ധപ്പെട്ട കേസ് നമുക്ക് റെഡിയാക്കാം. അതേപോലെ തന്നെ ഇത് പിന്നെ അലുമിനിയം വീലാണ്, ഇവിടെ ഉണ്ട് ഇതുമ്പോൾ ചെറുതായിട്ട്. അപ്പോൾ 2 കേസ് കൂടി ചേഞ്ച് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ക്ലച്ചുമായി ബന്ധപ്പെട്ട വലിയുമായി ബന്ധപ്പെട്ട കേസും മാറിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററി ഒട്ടും ചാർജില്ല. 2022 മോഡൽ ബാറ്ററിയാണ്. ഞാൻ ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് ഓൾറെഡി ചാർജ് കയറുണ്ടായില്ല. അപ്പോൾ ഞാൻ വേറൊരു ബാറ്ററിയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണിക്കുന്നുണ്ട് ഓൾറെഡി കിട്ടുമോ ഇല്ല എന്നുള്ള കേസ് നമുക്ക് ചാർജിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ നമുക്കൊരു 24 മാസമാണ് വാറണ്ടി പീരീഡ് വരാം ആ മോഡൽ വണ്ടി ബാറ്ററിക്ക്. 2022 ഇപ്പോൾ 2024 നമുക്ക് പോകുന്നത്. അപ്പോൾ 2 വർഷം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അത് മാറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വേറെ ബാറ്ററിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പുതിയൊരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്തതാണ്. ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. പിന്നെ സ്ലോ സ്പീഡിൽ നിൽക്കാത്ത കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ കാർബേറ്ററിനകത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാം. സെയിം പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് ഇതിനകത്തൊരു ഫംഗസ് പോലെ വന്ന് പിടിച്ചിട്ട് അതതിൻ്റെ ഉള്ളിൽ ജാമായിട്ടിരിക്കുക. അതേപോലെ തന്നെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയേക്കാം. അതൊക്കെയാണ് സ്ലോ സ്പീഡിൽ നിൽക്കാത്തതിൻ്റെ റീസൺ. അപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് നമുക്കൊന്ന് മാറ്റിയിട്ടാലാണ് ആ കറക്റ്റായിട്ട് പെട്രോളിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുള്ളതാണ്. അതിന് തന്നെ ആണെങ്കിൽ ഫ്ലോട്ട് വാൽവിന് തന്നെ 209 രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട്, വാൽവ് മാത്രം. പിന്നെ അതൊരു ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇടുക, അതൊക്കെയാണ് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുക. ഓൾറെഡി ഈ മോഡലിന് കുറേ കഴിയുമ്പോഴത്തേക്കും കാർബറേറ്റർ കംപ്ലൈൻറ്റ് വന്നൊരു പരിപാടി ഉണ്ട്. മാക്സിമം റിപ്പയർ ചെയ്ത് നോക്കാമെന്ന് മാത്രം. വീണ്ടും സ്ലോ സ്പീഡ് കാര്യമായിട്ടുള്ള പ്രശ്നം മിസ്സിങ്ങോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കാർബറേറ്റർ മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. അത് ഈ മോഡൽ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജും ഡ്യൂറ്റിനും ഉള്ളൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കണ വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വലിയുടെ കേസ് ഞാൻ പറഞ്ഞില്ല, ഇതാണ് പ്രശ്നം. അവിടെ ബെൽറ്റ് പിടിക്കാത്ത പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഇനിയും കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഈ ബെൽറ്റ് പോകും. ഈ ബെൽറ്റിൻ്റെ ഈ സൈഡ് തേമാനം വരാതുണ്ടോ, ഈ സൈഡാണ് തേമാനം വന്ന് പോവാം. കറക്റ്റ് ടേപ്പറായിട്ട് തേയുള്ളൂ. അത് തേഞ്ഞിട്ടുള്ള പൊടിയാണ് വന്നത്. ഇത്രയും പൊടിയൊന്നും വരില്ല നമുക്ക് സാധാരണ ക്ലച്ചിൽ. അത് തേമാനം ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം കാണിച്ചത്. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം ഒന്ന് ഓടിച്ച് നോക്കാം, നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ ഏകദേശം നമുക്ക് വന്ന ചിലവ് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.